ഹലോ വെൽക്കം ടു 40 കുറച്ച് മണിക്കൂർ കൂടി കഴിഞ്ഞാൽ പുതിയൊരു വർഷം അതായത് 2025 വരികയാണ്. കാലണ്ടറിൽ 365 ദിവസം തീരുമ്പോൾ ഒരു വർഷം കഴിഞ്ഞു. മഴയും വേനലും ശിശിരവും ഹേമന്തവും വിഷുവും ഓണവും ഈദും ക്രിസ്മസും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ വന്നു പോകും. നമ്മുടെ ജീവിതത്തിലെ ലാഭനഷ്ടങ്ങളുടെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നഷ്ടങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. അതൊരിക്കലും സമയദോഷത്തിൻ്റെയോ ഭാഗ്യമില്ലാത്തതിൻ്റെയോ ഒന്നുമല്ല, നമ്മൾ പരിശ്രമിക്കാനായിട്ട് തന്നെയാണ്. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ നഷ്ടങ്ങളുണ്ടായ വർഷം പോലും ഈ വർഷമായിരിക്കും. അത് തന്നെ ഇനിയും തുടർന്നോട്ടെ എന്ന് ചിന്തിച്ചാൽ അത് നമ്മുടെ മാത്രം തെറ്റാണ്. അപ്പോൾ നമ്മൾ എന്താ വേണ്ടുന്നത്? പുതിയ വർഷം നമുക്കുള്ളതായിരിക്കും എന്ന് മനസ്സിനെ പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുത്തി ചിലപ്പോൾ ചില സ്ട്രഗിളൊക്കെ അതിനായിട്ട് അങ്ങോട്ട് സഹിക്കേണ്ടി വരും. പക്ഷെ ഞാനതിനെ പോസിറ്റീവായി മാത്രമേ എടുക്കൂ എന്നങ്ങോട്ട് ഉറച്ചു വിശ്വസിക്കണം. കൈവിട്ടു പോയാൽ തിരിച്ചു കിട്ടാത്തതായിട്ട് ഒന്നേ ഉള്ളൂ, നമ്മൾ നഷ്ടപ്പെടുത്തുന്ന സമയം. പിന്നീട് പുറകോട്ട് തിരിഞ്ഞു നോക്കി എനിക്കൊന്നുകൂടി ശ്രമിക്കാമായിരുന്നു എന്ന് ബോധം വരുമ്പോഴേക്കും ഒരുപാട് വൈകി പോകും. അതുണ്ടാകാതിരിക്കാൻ നമ്മൾ തന്നെ വിചാരിക്കണം. പുതിയ വർഷം എങ്ങനെ വേണമെന്ന് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെക്കണം. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് 100 അല്ല 101% ശ്രമിക്കണം. അല്ലാതെ വെറുതെ പ്ലാൻ ചെയ്തിട്ട് അതൊരു വശത്തൂടി അങ്ങ് നടന്നോളൂ എന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. പരിശ്രമിക്കണം. പരിശ്രമിച്ചിടുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം നാം ദീർഘമങ്കാരങ്ങൾ നൽകി നമ്മെ പാരിലായി ചതീശൻ എന്നല്ലേ പറയുന്നത്. ചിലപ്പോൾ നമ്മളെ ഇതിൽ നിന്നെല്ലാം പുറകോട്ട് വലിക്കുന്നത് മുമ്പ് നമ്മൾ എപ്പോഴെങ്കിലും അനുഭവിച്ച കാര്യങ്ങളായിരിക്കും, വ്യക്തികളായിരിക്കും, സാഹചര്യങ്ങളായിരിക്കും. അത് തന്നെ ചിന്തിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സമയം മുമ്പോട്ട് പോകും. പക്ഷെ നമ്മൾ എവിടെ നിന്നോ അവിടെ തന്നെ നിന്നു പോകും. ജീവിതത്തിലെ നിരാശയും വിഷമവും ഒറ്റപ്പെടലും ഒക്കെ തോന്നുമ്പോൾ, നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുമ്പോൾ ഒരു പേപ്പർ എടുത്ത് നെഗറ്റീവ് ചിന്തകളെയും നമ്മൾ അനുഭവിച്ച വിഷമവും വ്യക്തികളുടെ പേരും ഒക്കെ ആ പേപ്പറിലോട്ട് എഴുതി ചുരുട്ടി അങ്ങോട്ട് കൂട്ടണം. എന്നിട്ട് അതങ്ങോട്ട് കത്തിക്കണം. ജസ്റ്റ് മൂവ് ഓൺ. എപ്പോൾ നെഗറ്റീവ് ഫീൽ ചെയ്യുന്നോ അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി എവിടുന്നോ നമ്മളിലേക്ക് വരും. ന്യൂ ഇയർ പ്ലാൻ ചെയ്യാൻ ഏറ്റവും നല്ലത് ജേണലിംഗ് ആണ്. ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, ലക്ഷ്യങ്ങൾ, യാത്രകൾ, നേട്ടങ്ങൾ എല്ലാം കൃത്യമായിട്ട് അങ്ങോട്ട് എഴുതി വെക്കണം. ഒരു ടൈം പീരീഡ് കൊടുത്ത് 6 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു വർഷത്തിനുള്ളിൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യും, ഇതൊക്കെയാണ് എൻ്റെ ഗോൾസ്, ഇത്രയും സ്ഥലങ്ങൾ ഞാൻ യാത്ര ചെയ്യും, ഇത്രയും നേട്ടങ്ങൾ ഞാൻ കൈവരിക്കും എന്നൊക്കെ അങ്ങോട്ട് കൃത്യമായിട്ട് എഴുതി വെക്കണം. പല ഓൺലൈൻ സൈറ്റുകളിലും ജേണലിങ്ങിന് പറ്റിയ പ്ലാനേഴ്സ് കിട്ടും, പല റേറ്റിൽ. അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് വാങ്ങി അല്ലെങ്കിൽ ഒരു നോർമൽ ബുക്ക് വാങ്ങി പ്രിൻട്രസ്റ്റിലോ യൂട്യൂബിലോ നോക്കി സ്വന്തമായിട്ടൊരു ജേർണലിംഗ് ബുക്ക് അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കണം. സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇത്തിരി കൂടി ഇൻവോൾവ് ആയിരിക്കും. ചിലപ്പോൾ വരയ്ക്കാൻ അറിയില്ലായിരിക്കും, വേണ്ട, ഇഷ്ടമുള്ള പിക്ചേഴ്സ് കട്ട് ചെയ്ത് ഒട്ടിച്ചാൽ മതി. അല്ലെങ്കിൽ കുളമായിക്കോട്ടെ, നമ്മുടെ പേഴ്സണൽ ജേർണലിംഗ് അല്ലേ, പതിയെ പതിയെ ഡെവലപ്പ് ചെയ്തെടുക്കാമെന്നേ. ഇതിനെല്ലാം പുറമെ നമ്മുടെ ജേർണലിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ വേണം. ഒന്ന് ഫൈനാൻസിങ്, 2 ഹോബി. ചിലവാക്കുന്നതിനേക്കാൾ കൂടുതൽ സേവ് ചെയ്യുമെന്ന് ഉറച്ച തീരുമാനം എടുക്കണം. 10 രൂപയെങ്കിൽ 10 രൂപ ദിവസവും സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. വെറുതെ ഫോൺ സ്ക്രോൾ ചെയ്ത് സമയം കളയാതെ ഒരു ഹോബി ഇല്ലെങ്കിൽ ഒരു ഹോബിയെങ്കിലും വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കണം. റീഡിങ്, ഡാൻസിങ്, ഗാർഡനിങ്, അങ്ങനെ എന്തും ഇൻട്രസ്റ്റ് ഉള്ള എന്തും ഹോബിയാക്കാം. ദിവസവും 10 പേജെങ്കിലും ഉറപ്പായിട്ടും വായിച്ചിരിക്കണം. അറിവ് മാത്രമല്ല, കോൺസെൻട്രേഷനും വായന വർദ്ധിപ്പിക്കും. ശാന്തമായി ഉറങ്ങാൻ കഴിയും. എഴുതാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ എഴുതണം. അങ്ങനെ നമുക്ക് സന്തോഷം തരുന്നത് എന്താണോ അത് ഉറപ്പായിട്ടും ചെയ്യാൻ ശ്രമിക്കണം. ആദ്യമല്ല ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം, പക്ഷെ പതിയെ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് മാറിക്കഴിയും. ഈ പ്ലാൻ ചെയ്യുന്ന ജേർണലിംഗ് ബുക്ക് അടച്ചുപൂട്ടി അലമാരിയിൽ വെക്കാതെ എപ്പോഴും കാണുന്ന രീതിയിൽ നമ്മുടെ റൂമിൽ തന്നെ വെക്കണം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി എത്ര ഗോൾസ് ഞാൻ അച്ചീവ് ചെയ്തു, ഇനി എത്ര എണ്ണം ഉണ്ട് എന്നെല്ലാം മനസ്സിനെ ഒന്ന് ഓർമ്മപ്പെടുത്തണം. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഇനി അതിനെപ്പറ്റി ഓർക്കാതെ ഈ വർഷം നമുക്ക് നമ്മുടേതായിട്ട് മാത്രം മാറ്റാമെന്ന് ഉറച്ചങ്ങോട്ട് വിശ്വസിക്കണം. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.